നിയ സർ, നീറ്റ് MDS എക്സാമിന് ഇനി 1 മന്താണ് എക്സാക്ട്ലി ഉള്ളത്. മാർച്ച് 18 നമ്മൾ എക്സാം. മാർച്ച് 18 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1 മന്ത് സ്ട്രാറ്റജി എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഓക്കെ, എക്സാക്ട്ലി 1 മന്തേ ഉള്ളൂ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ കൂടുന്നു. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കൂടുന്നു. അതുകൊണ്ട് കാരണം പഠിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വെല്ലായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. സത്യം മനസ്സിലാക്കേണ്ടത് എക്സാം അടുക്കുന്ന സമയത്തോടുകൂടി ടെൻഷൻസ് ഇങ്ങനെ കൂടി വരും. അത് മാനേജ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് നമ്മൾ അറിയുന്നൊരു കാര്യം തന്നെയാണ്. അതിന് ആലോചിക്കാൻ പറ്റിയ ബെസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു മെമ്മറി ഗെയിമല്ല. അതായത് നമ്മളിങ്ങനെ ആലോചിച്ചെടുത്തത് എക്സാമിന് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാനുള്ള കാര്യമല്ല. പക്ഷേ എന്താണ്, നമ്മൾ ഇത്ര കാലം ചെയ്തതിൻ്റെ എന്താ പറയുക ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ആശിക്കൊരു ഫുട്ബോളറാണ്. ഫുട്ബോളിന് തലേ ദിവസം ബോൾ തട്ടുന്നതെല്ലാം നോക്കുന്നത് കഴിഞ്ഞൊരു 3-4 വർഷം എങ്ങനെയൊക്കെ കളിച്ചു, എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്കമാണ്. അപ്പോൾ നമ്മൾ ഇത്ര കാലം പഠിച്ചത് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എക്സാമിനെ ആ സമയത്തേക്ക് കാണാൻ ഏറ്റവും ബെസ്റ്റ് നല്ലത്. അപ്പം ഒരു 2 hours നമ്മൾ എന്തെല്ലാം ഓർത്തെടുക്കുന്ന ആലോചിക്കുന്നതിനേക്കാളും ഞാൻ എത്ര കാലം പഠിച്ചത് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടുകൂടി എൻ്റെ ഇത്ര കാലത്തെ അധ്വാനം കാണിക്കാൻ പറ്റിയൊരു അവസരമാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ ടെൻഷൻ്റെ പാട്ട് വരും. പിന്നെ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് നമ്മളെ നോട്ട്സ് ക്വിക്കായിട്ട് വായിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ബ്രെയിനിൽ അറ്റ് എ ടൈമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആ പോയിന്റിന് മേലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് എല്ലാം ഈ സമയത്ത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത് മസ്റ്റാണ്. ഈ റീഫ്രഷ് ഒരിക്കലും സിംഗിൾ കോൾ നടക്കില്ല, മൾട്ടിപ്പിൾ കോൾ വേണ്ടി വരും. അതുകൊണ്ട് ക്വിക്കായിട്ട് കയ്യിലുള്ള നോട്ട്സ് ഇതുവരെ എഴുതി വെച്ച നോട്ട് പുതിയ കാര്യത്തിലേക്കൊന്നും അറ്റൻഡ് ചെയ്ത നോട്ട്സ് എക്സാക്ട്ലി ക്ലാസ് അറ്റൻഡ് ചെയ്ത നോട്ട് ക്വിക്കായിട്ട് തിരിച്ച് മറിച്ച് വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 30% ഓഫ് ടൈം അല്ലെങ്കിൽ 40% ഓഫ് യുവർ പ്രിപ്പറേഷൻ ടൈം, അതായത് 12 hours പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 hours അല്ലെങ്കിൽ ഒരു 5 hours എക്സ്ക്ലൂസീവ്ലി ക്വസ്റ്റ്യൻ ചെയ്യാൻ മാറ്റി വെക്കണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയാറുണ്ട്. പ്രീവിയസ് ഇയർ എന്നുള്ളത് പണ്ട് ഉപയോഗിക്കുന്ന ഒരു ടേം തന്നെയാണ്. അതായത് പ്രീവിയസ് ഇയർ ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ നോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളിപ്പം ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ആക്ച്വലി പ്രീവിയസ് ഇയർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാണ്ട് പ്രീവിയസ് ഇയർ മാത്രം തിരഞ്ഞെടുത്ത് അത് കുറച്ചെണ്ണം മാത്രം നോക്കുക എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ ചിലവർ തെറ്റിദ്ധരിച്ച് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയറിലെ 2-3 years മാത്രം ചെയ്യുന്നത്, അത് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ തന്നെ. അപ്പോൾ പ്രീവിയസ് ഇയറിന് എല്ലാം ഒന്നും നോക്കണ്ട, ഒരു ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ പ്രാക്ടീസ് ആണ്. ഈ 3-4 hours ആകെ 1 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ പ്രീവിയസ് ഇയർ മാത്രം ചെയ്യാനുള്ളത്. ഈ 4 hours ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനുണ്ട്. കാരണം 4 hours എന്ന് പറഞ്ഞാൽ ധാരാളം സമയമുണ്ട്, അത് അടുത്ത ദിവസം ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കൊന്നൊരു ഓവറോൾ വ്യൂ നോട്ട്സിനെ കുറിച്ചുണ്ടാവും. വീണ്ടും നോട്ട് വായിക്കുമ്പോൾ നല്ലൊരു വ്യൂയിലേക്ക് പോകും. അപ്പം എവിടുന്ന് എങ്ങനെയാണെന്നുള്ളതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് 4 മണിക്കൂർ ഏകദേശം നല്ല അടിപൊളിയായിട്ട് വളരെ കുറച്ച് സമയം ഉപയോഗിച്ച് ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഓരോന്ന് വായിച്ച് സമയം കളയണ്ട, നോട്ടിലുണ്ടെങ്കിൽ അതിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമ്മുടെ മൈൻഡ് എന്താവും, യഥാർത്ഥ ആൻസർ ആ എക്സാമിനിടെ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ കാണേണ്ടത് സച്ചിനൊക്കെ പ്രാക്ടീസ് ചെയ്തതുപോലെ ഇതേപോലെ തന്നെ ഞാൻ 59 സെക്കൻഡ് ഓടി തീർക്കാനല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് എത്രയോ കാലം കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആ ഗോൾഡ് മെഡലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കുറേ കാലത്തെ പ്രാക്ടീസാണ്, നമ്മുടെ കുറേ കാലത്തെ ഡെഡിക്കേഷനാണ്. അതിപ്പോൾ കഴിഞ്ഞ 6 മാസം നമ്മൾ ചില ദിവസം ഡൗൺ ആയി പോയിട്ട് ചില ദിവസം അപ്പായി പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് സമയം നമ്മൾ നന്നായി പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക, അതൊക്കെ റിവൈസ് ചെയ്യുക. എക്സാമിന് നമ്മളെന്തെങ്കിലും ഒരു ചലഞ്ചിങ് ഡേ, ഇഷ്ടപ്പെട്ട ഒരു ഡേ, ടൂറ് പോകാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കൂലേ, അതായത് ടൂറ് പോകാൻ ഒരു ഡേ നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമുക്ക് കുറച്ചുകൂടി ആവേശത്തോടെ നമ്മൾ കാണാം. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാം. അതേപോലെ എത്ര ദിവസം പഠിച്ചതിന് ഇഷ്ടപ്പെട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഡേ ആണ്. അങ്ങനെ വേണം ആ ഡേനെ കാണാനും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടി ഉണ്ടാവും കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പേടിയില്ലാണ്ടാക്കാൻ സ്റ്റിൽ ടെൻഷൻസ് സാധനം ഉണ്ടാവും. അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. അത് ഏത് കാര്യത്തിനും ഉണ്ടാവും അല്ലേ, എല്ലാ കാര്യത്തിനും നമ്മൾ ടെൻഷൻ ഉണ്ടാവുന്ന കാര്യമാണ്. ടെൻഷൻ ഇല്ലാണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. ഒക്കെ നല്ലതാണ്, മാനേജ് ചെയ്ത് പോവുക, അടിപൊളിയായിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് എന്താ എക്സ്ട്രാ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ വരുന്നതാണ്. താങ്ക് യു.